നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 at 7-ലേക്ക്. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിക്കുന്ന വെള്ളാപ്പള്ളിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനൈഡാണ് ഈ പാർട്ടി. അവരുടെ കൂട്ടുപിടിച്ചു നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകും? മുസ്ലിം ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാടുവിടേണ്ടി വരും, നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പേരിൽ തന്നെ മുസ്ലിം കൂട്ടായ്മ, എന്നിട്ട് മതേതര കൂട്ടായ്മ എന്ന് പറയുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കൊല്ലം പുനലൂരിൽ SNDP യോഗം നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി. ആ വർഗീയ പാർട്ടിക്കാണ് നമ്മളോട്ടുള്ളത്. അവർ കൂട്ടുപിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അവർ ഇരുന്ന കാലത്ത് ചെയ്തത് എന്താണ്? ഇനി വന്നാലുള്ള സ്ഥിതി വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ? ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതരാഷ്ട്രമുള്ളവരാണ് അവരുടെ താല്പര്യം. അവരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാസ്യം സൈനൈഡാണ് ഈ ലീഗ് എന്ന് പറയുന്നത്. അത് തൊട്ട അപ്പം ചത്തുപോകും. അവർക്ക് മനുഷ്യത്വവും മര്യാദയും ഒരു വകതിനും അഴിയ പോയിട്ടില്ല. അവരുടെ ഓരോ പ്രസ്താവനകളും നിങ്ങൾ എടുത്തു നോക്കും. അറിയുന്നവരെ എതിർക്കുക. എന്നോട് മാത്രമല്ല, ഒരുപാട് എന്നെ എതിർത്തില്ല. ഞാൻ നാളെ ത്യാഗം തയ്യാറാണെന്ന്. എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ സംഭവിക്കുള്ളൂ. ഒന്നുമില്ലാതെ നോക്കിയാണെന്നേ ഞാൻ ചത്തതാണെന്നേ. എന്നിട്ടും പിന്നെ ആശുപത്രിയിൽ പിന്നെ രക്ഷപ്പെട്ടാൽ ഇപ്പോൾ 3 മാസം കടന്നതാണ്. അതുകൊണ്ട് മരണത്തെ എനിക്ക് ഭയമില്ല. ഞാൻ ഉള്ളത് പറയും, ഒത്തു പറയില്ല. ഇവരെല്ലാം വഞ്ചകന്മാർ, പിന്നോക്ക സമുദായം, ന്യൂനപക്ഷ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്തി പലവിധ ന്യായങ്ങളും പറഞ്ഞ് കൊണ്ടുപോയവർ. അവരെ കണ്ടുപിടിക്കണം. അവരൊക്കെ എന്താ കുറ്റം പറഞ്ഞത്? അവർ നന്നായത് എങ്ങനെയാണ്? അവരുടെ കൂട്ടായ്മയിലൂടെയാണ്. വെള്ളാപ്പള്ളിയുടെ ഈ നിലപാടിൽ എന്തായാലും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കായിരിക്കും ഇത് വഴിയൊരുക്കുക എന്നതും കാണേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ PFI നിരോധിത സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഈ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മറ്റൊരു പേരിൽ സജീവമാകുന്നതായുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പുതിയ പേരിലാണ് PFIയുടെ രഹസ്യ പ്രവർത്തനം എന്നാണ് വിവരം. സംഘടനയുടെ പേരിൽ താമരശ്ശേരി ബിഷപ്പിന് വധഭീഷണി കത്ത് ലഭിച്ചതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനം ബ്രേക്കിംഗ്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മറ്റൊരു പേരിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചന. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് പുതിയ സംഘടനയെന്നാണ് വിവരം. സംഘടനയുടെ പേരിൽ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന് ഭീഷണി കത്തയച്ചു. PFI എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാർ ആണ് ഞങ്ങളെന്നും അവരുടെ ആശയങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും കത്തിൽ പറയുന്നുണ്ട്. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ 90% നൽകുന്നത് ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നും ഭീഷണി കത്തിൽ സൂചിപ്പിക്കുന്നു. ഹിജാബ് വിഷയം ഞങ്ങളുടെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും 70% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകണം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബാങ്ക് വിളി അടക്കമുള്ള മുസ്ലിം മതാചാരങ്ങൾ അനുവദിക്കണമെന്നും അല്ലാത്തവർക്ക് NSS, SNDP, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാമെന്നും കത്തിൽ പറയുന്നു. ഞങ്ങളാൽ സ്പോൺസർ ചെയ്യപ്പെട്ട പള്ളുരുത്തി ഹിജാബ് പ്രശ്നത്തിന് സർക്കാരിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചുവെന്നും കത്തിലുണ്ട്. കത്ത് താമരശ്ശേരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിലവിൽ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ്. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്. ഇനി നമ്മൾ പോകുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെ SIT ഉടൻ ചോദ്യം ചെയ്യും. നിലവിലെ തെളിവുകൾ വാസുവിനെതിരെന്ന് അന്വേഷണ സംഘം. കട്ടിളപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി നൽകിയത് വാസുവും അറിഞ്ഞിരുന്നുവെന്ന് കണ്ടെത്തൽ. വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയാണ് പോറ്റിയുടെ പക്കൽ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത്.
ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്വർണം കൊടുത്തയച്ചത്. വാസുവിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ചോദ്യം ചെയ്യൽ. ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ കൂടാതെ കട്ടിളപ്പാളികളിൽ ചെമ്പെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയതും വാസുവിന്റെ അറിവോടെ ആയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പോറ്റിയുടെ സുഹൃത്തും ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി 15 ലക്ഷം രൂപയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിറ്റുവെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമലയുടെ പേര് പറഞ്ഞ് പലതവണയായി 70 ലക്ഷം രൂപ വാങ്ങി. സ്വർണ്ണക്കവർച്ചയിൽ ഹൈക്കോടതി ഇടപെട്ട് അന്വേഷണം ആരംഭിച്ചതോടെ പണം നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് പോറ്റി ആവശ്യപ്പെട്ടതായും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി. ചെന്നൈയിലും ബംഗളൂരുവിലും എത്തി സ്പോൺസർമാരെ കാണാനുള്ള ശ്രമവും നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വഞ്ചിച്ചുവെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തിയാണ് സാമ്പത്തിക ഇടപാടുകൾ ഗോവർദ്ധൻ വ്യക്തമാക്കിയത്. അതേസമയം ഈ മാസം 5-ന് ഹൈക്കോടതിയിൽ കേസന്വേഷണത്തിന്റെ 2ാം ഘട്ട ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് കൂട്ടുപ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കാനാണ് SIT സംഘത്തിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ അഭിമാനമായ LVM-3 വിക്ഷേപണ ദൗത്യത്തിലേക്കാണ്. LVM-3 5ാം വിക്ഷേപണ ദൗത്യം വിജയകരം. ഭാരതം വിക്ഷേപിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 3 അഥവാ CMS-3 ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ദൗത്യമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും അയക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കൂടിയാണിത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വൈകിട്ട് 5:26-നായിരുന്നു CMS-3യുടെ വിക്ഷേപണം. ഐസൻ ജോസ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ISROയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ LVM-3 M5 റോക്കറ്റ് വിക്ഷേപണം വിജയകരമായിരിക്കുന്നു അല്ലേ? ഭാരതത്തിന്റെ അഭിമാനകരമായ ഒരു നേട്ടമെന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, ഭാരതത്തിൻ്റെ അഭിമാനകരമായ നേട്ടമെന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ സയൻസ്, അതല്ലെങ്കിൽ ഈ റോക്കറ്റ് സാങ്കേതികവിദ്യയിലും സാറ്റലൈറ്റ് സാങ്കേതികവിദ്യയിലും ഒരേപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ലോഞ്ചാണ് LVM-3 ഇപ്പോൾ നടന്നിരിക്കുന്ന ലോഞ്ച്. CMS-3 എന്ന് പറയുന്ന ആ സാറ്റലൈറ്റിൻ്റെ ലോഞ്ചും കൂടി നടന്നിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ 2 ഘടകങ്ങളും, അതായത് റോക്കറ്റിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. ചന്ദ്രയാനിൽ ഉൾപ്പെടെ പ്രയോഗിച്ച റോക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യക്ഷമത തെളിയിക്കപ്പെട്ടതുമാണ്. പക്ഷേ ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണത്തിൽ ഇന്ന് നടന്ന ഏറ്റവും സുപ്രധാനമായൊരു പരീക്ഷണം എന്ന് പറയുന്നത് ഈ റോക്കറ്റിൻ്റെ 3ാം ഘട്ടത്തിൽ നിന്നും സാറ്റലൈറ്റ് വേർപെട്ടതിന് ശേഷം ഓഫായ എഞ്ചിൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം, ജ്വലനം, ത്രസ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നിർത്തിവെച്ചതിന് ശേഷം സാറ്റലൈറ്റിൻ്റെ സെപ്പറേഷൻ നടന്നതിന് ശേഷം വീണ്ടും 2 സെക്കൻഡ് അത് വീണ്ടും ജ്വലിപ്പിക്കാൻ സാധിച്ചു. അതായത് ബഹിരാകാശത്തുള്ള ഒരു ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ത്രസ്റ്റർ എഞ്ചിനെ വീണ്ടും ജ്വലിപ്പിക്കാൻ ഭൂമിയിൽ നിന്ന് സാധിച്ചു എന്നത് ഒരു വലിയ നേട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഭൂമിയുടെ, അതായത് ബഹിരാകാശത്ത് നിന്ന് വരുന്ന ഈ സ്പേസ് ഡെബ്രി എല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പരീക്ഷണങ്ങളിലെല്ലാം തന്നെ വളരെ നിർണായകമാകുന്ന ഒരു പരീക്ഷണമാണ് ഇന്ന് നടന്നത്. അത്തരത്തിൽ ഈ റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും നിർണായകമായ ദ്രവീകൃത ഹൈഡ്രജനും ദ്രവീകൃത ഓക്സിജനും ചേർത്ത ഇന്ധനം കൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രം ഓഫായതിനു ശേഷം ബഹിരാകാശത്ത് വെച്ച് വീണ്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടമാണ് റോക്കറ്റ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം. 2 സെക്കൻഡ് ജ്വലനം നടത്താൻ സാധിച്ചു എന്നതാണ് ആ പരീക്ഷണത്തിൻ്റെ നേട്ടമായി കണക്കാക്കുന്നത്. ഇനി സാറ്റലൈറ്റിൻ്റെ രംഗത്തേക്ക് വരികയാണെങ്കിൽ, സാറ്റലൈറ്റ് ഇന്ന് ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ സാറ്റലൈറ്റാണ്. അതായത് 4410 കിലോ ഭാരമുള്ള, അതായത് 4 ടണ്ണും 400 കിലോയും ഭാരമുള്ള, 400 കിലോയിലേറെ ഭാരമുള്ള ഭീമൻ സാറ്റലൈറ്റാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. സമുദ്ര നിരീക്ഷണം കാര്യക്ഷമമാക്കുന്നതിനും സൈനിക സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമാണ് ഈ സാറ്റലൈറ്റ് പ്രയോജനപ്പെടുന്നത് എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. 15 വർഷം ആയുർദൈർഘ്യമുള്ള ഒരു സാറ്റലൈറ്റ് കൂടിയാണിത്. അത്തരത്തിൽ സാറ്റലൈറ്റ് രംഗത്തും കാര്യക്ഷമത കൈവരിക്കാനും ഭാരമേറിയ സാറ്റലൈറ്റുകൾ ഭാരതത്തിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ സാധിക്കുന്നുവെന്ന് തെളിയിക്കാനും സാധിച്ചു. മറ്റൊരു പ്രധാന ഘടകം ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക്, അതായത് സാധാരണ ജിയോസിൻക്രണസ് ഓർബിറ്റിൽ നിന്നും കുറച്ചുകൂടി മുകളിലുള്ള ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഈ വിക്ഷേപണം നടത്താൻ സാധിച്ചു എന്നതും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നേട്ടമാണ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.
ബീഹാറിൽ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്നയിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോയിൽ 10,000-കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. പട്ന മേഖലയിലെ 14 മണ്ഡലങ്ങളുടെ LDA സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ അണിനിരന്നു. കാണാം ആ വിശേഷം. പട്നയെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെഗാ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. പട്നയിൽ റോഡിന് ഇരുവശവും 10,000-കണക്കിന് ജനങ്ങളും പാർട്ടി പ്രവർത്തകരുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിനും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനും വേണ്ടി എത്തിയിട്ടുള്ളത്. അവിടെ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരികയാണ്. ഈ റോഡിന് ഇരുവശവുമുള്ള പാർട്ടി പ്രവർത്തകരെയും പട്നയിലെ പൊതുജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നയുടെ വീതിയിലൂടെ കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ഈ ഒരു പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പട്ന ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഈ മെഗാ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. അത്തരത്തിൽ NDAയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നുകൊണ്ട്, അതിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ടാണ് രാജ്യത്തിൻ്റെ കരുത്തുറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പട്നയുടെ വീതിയിലൂടെ കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ റോഡിന് ഇരുവശവുമുള്ള ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും താമര ചിഹ്നം കയ്യിലേന്തിക്കൊണ്ട് പ്രധാനമന്ത്രി കടന്നു വരുന്നു. ഈ 14 മണ്ഡലങ്ങളിൽ, അതായത് പട്ന മേഖലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യതയുള്ള, ജനപ്രിയമായിട്ടുള്ള നേതാവ് പട്നയിലെ വീതിയിലൂടെ കടന്നുപോയിട്ടുള്ളത്. 6 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മെഗാ റോഡ് ഷോ നടത്തുന്നത്. താമര ചിഹ്നം കയ്യിലേന്തിക്കൊണ്ട് റോഡിനിരുവശവുമുള്ള പ്രവർത്തകരെയും പൊതുജനങ്ങളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് കൈവീശി കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നുപോയിട്ടുള്ളത്. मोदी को देखे बहुत खुशी हुई हमको कि हमारे यहाँ राजेंद्र नगर में आए और हमारे लिए बहुत खुशी की बात है. बहुत कुछ कर रहे हैं, स्कूल भी अच्छे हैं और मतलब रोड थोड़ा सही कर दें राजेंद्र नगर में, बस और कुछ नहीं चाहिए. BJPയുടെയും NDA ക്യാമ്പിന്റെയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വേഗം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പട്നയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. ഇന്ന് നമ്മുടെ കിങ് ഖാന്റെ 60ാം പിറന്നാൾ ദിനമാണ്. ഷാറൂഖ് ഖാൻ ആശംസകളുമായി മുംബൈയിലെ മന്നത്തിന് മുന്നിൽ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള SRK പടുത്തുയർത്തിയ സാമ്രാജ്യം ആരെയും അതിശയിപ്പിക്കും. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ടോപ്പ് 7 at 7 ഇവിടെ പൂർണ്ണമാകുകയാണ്. अम्मी, मैं बड़े होके एक्टर बनूंगा। पता है, ब्रदर एरिक ने बताया मुझे। फिर आपने क्या कहा? यही कि मेरे शाहरुख ने कहा है तो वो कर भी देगा. I just want to say इतनी शिद्दत से मैंने तुम्हें पाने की कोशिश की है. हर जर्रे ने मुझे तुमसे मिलाने की साजिश. ബോളിവുഡിന്റെ ബാദ്ഷ, പ്രണയത്തിന്റെ രാജകുമാരൻ, സ്വയം ഒരു ബ്രാൻഡായി മാറിയ ഷാറൂഖിന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ആദ്യകാലങ്ങളിൽ അവസരം തേടി അലഞ്ഞു. പിന്നീട് ഇന്ത്യൻ സിനിമാ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി. സിനിമാ പാരമ്പര്യം ഇല്ലെങ്കിലെന്താ, കഠിന പരിശ്രമങ്ങളിലൂടെ ഷാറൂഖ് താരപടവുകളിൽ നടന്നുകയറി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറിയ മുസ്ലിം കുടുംബമാണ് ഷാറൂഖിന്റേത്. 15-ാം വയസ്സിൽ അമ്മയെ നഷ്ടമായി. പിന്നീട് അച്ഛനായിരുന്നു എല്ലാം. സിനിമയാണ് സ്വപ്നമെന്ന് തിരിച്ചറിഞ്ഞ പിതാവ് മകന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. എന്നാൽ മകന്റെ സിനിമാ പ്രവേശനത്തിന് സാക്ഷിയാകാൻ ആ പിതാവിന് ആയില്ല. ഗൗരിയുമായുള്ള പ്രണയം തുണയായി. 1998-ൽ ഫൗജി എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് ഷാറൂഖ് അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. സർക്കസ് എന്ന സീരിയൽ സിനിമയ്ക്ക് വഴി തുറന്നു. 1992-ൽ ദീവാന എന്ന ചിത്രത്തിൽ സഹനടനായി അരങ്ങേറ്റം. 1993-ൽ പുറത്തിറങ്ങിയ ബാസിഗർ, ഡർ എന്നീ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങൾ വഴിത്തിരിവായി. प्यार तो बहुत लोग करते हैं, लेकिन मेरे जैसा प्यार कोई नहीं कर सकता, क्योंकि किसी के पास तुम जो नहीं हो. പിന്നീടങ്ങോട്ട് അത്ഭുതകരമായിരുന്നു നടന്റെ വളർച്ച. വില്ലൻ വേഷങ്ങളിൽ നിന്ന് പ്രണയനായകനിലേക്കും ആക്ഷൻ ഹീറോകളിലേക്കും ചേക്കേറിയ ഷാറൂഖ് ബോളിവുഡിന്റെ ഡോണായി മാറി. കരൺ അർജുൻ, ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ, ദിൽ തോ പാഗൽ ഹേ,
ദിൽ സേ, പർദേശ്, കാഭി ഖുഷി കഭി ഖം, ഫിർ ഭി ദിൽ ഹേ ഹിന്ദുസ്ഥാനി, സ്വദേശ്, ദേവദാസ്, ചക് ദേ ഇന്ത്യ, ഡോൺ, മൈ നെയിം ഈസ് ഖാൻ, ഓം ശാന്തി ഓം, ചെന്നൈ എക്സ്പ്രസ് എന്നിങ്ങനെ തുടരുന്നു ഹിറ്റുകൾ. രണ്ടായിരത്തി രാജ്യം ഷാരൂഖിനെ പത്മശ്രീ നൽകി ആദരിച്ചു. മികച്ച നടനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ജവാനിലൂടെ സ്വന്തമാക്കി. പ്രായഭേദമന്യേ ഇത്രയേറെ ആരാധകരുള്ള, സ്നേഹിക്കപ്പെടുന്ന മറ്റൊരു ഇന്ത്യൻ പ്രതിഭയുണ്ടോ എന്നത് സംശയമാണ്. ബോളിവുഡിന്റെ കിങ് ഖാന് പിറന്നാൾ ആശംസകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം.